ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധിയുടെ അരികിലേക്ക് വന്ന നികേഷ് പറയുന്നു, ഏട്ടത്തി കഴിക്കാം, എനിക്ക് വിശക്കുന്നുണ്ട്. നിധി പറയുന്നു, എനിക്കും വിശക്കുന്നു, വേറെ ആരും കഴിക്കാൻ വരില്ലേ? നികേഷ് പറയുകയാണ്, സുഭാഷിനെ ഒറ്റയ്ക്ക് കഴിക്കാനുള്ളത് ഒരു പാത്രത്തിലാക്കി കൊണ്ടു. സുധീഷ് ഏട്ടൻ മിക്കപ്പോഴും പുറത്തുനിന്നാ കഴിക്കാറ്. ഹരീഷ് ഏട്ടനെ ഉച്ചയ്ക്ക് കഴിക്കാൻ വരാറുണ്ട്. ഈ സമയം ബൈക്കിൽ അവിടേക്ക് വരികയാണ് ഹരീഷ്. നികേഷ് പറയുന്നു, ഹരീഷ് ഏട്ടൻ വന്നല്ലോ. ഹരീഷ് ചോദിക്കുന്നു, എന്താടാ കഴിച്ചോ? നികേഷ് പറയുന്നു, ഇല്ല, വാ കഴിക്കാം. അകത്തേക്ക് കയറി വന്ന ഹരീഷ് നിധിയെ കണ്ട് ചമ്മലോടുകൂടി നിൽക്കുമ്പോൾ നിധി പുഞ്ചിരിച്ച് ഹരീഷിനെ നോക്കുകയാണ്. നികേഷ് പറയുന്നു, ഞങ്ങളിപ്പം ഹരീഷിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. ഹരീഷ് പറയുന്നു, ഞാനേ പോയിട്ട് വരാം. കയ്യിൽ പിടിച്ച നികേഷ് ചോദിക്കുന്നു, അതെന്ത് പോക്ക്? ഹരീഷ് പറയുകയാണ്, അത് ഒരു കാര്യം മറന്നു. നികേഷ് പറയുന്നു, കഴിച്ചിട്ട് പോകാം, ഏട്ടത്തി ഉള്ളതല്ലേ. ഹരീഷ് പറയുകയാണ്, നീ കൈവിട്ടെ, എനിക്ക് അത്യാവശ്യമായിട്ട് പോണം. നികേഷ് പറയുന്നു, പിന്നെന്തിനാ വന്നത്? എന്തായാലും കഴിച്ചിട്ട് പോയാൽ മതി, നിങ്ങൾ കഴിക്ക്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞ ഹരീഷ് അവിടെ നിന്ന് പോകുമ്പോൾ നികേഷ് പറയുന്നു, ഒരുമിച്ച് കഴിക്കാമെന്നേ, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ ബൈക്ക് കയറി അവിടെ നിന്ന് പോവുകയാണ് ഹരീഷ്. പുഞ്ചിരിച്ച നിധി ചോദിക്കുന്നു, എന്തു പറ്റി? ഓടിപ്പോയല്ലോ. നികേഷ് പറയുകയാണ്, ഏട്ടത്തിയെ കണ്ട ഉടനെ മുഖത്ത് നോക്കാൻ നാണിച്ച് ഓടിപ്പോയതാ. കണ്ടുപാടെ പറഞ്ഞ തെറിയൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടാകും. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിധി പറയുന്നു, അതിനിങ്ങനെ ഓടിപ്പോയിട്ട് എന്താ കാര്യം? നികേഷ് പറയുകയാണ്, ഏട്ടത്തി സുധീഷ് ഏട്ടന്റെ കൂടെ പുറത്തു പോയെന്ന് വിചാരിച്ചായിരിക്കും വന്നത്. കണ്ടപ്പോൾ പറഞ്ഞ തെറിയൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടാകും. നിധി പറയുകയാണ്, എന്ത് വെച്ച് എത്ര കാലം ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഓടിപ്പോകും? രാത്രി എന്തായാലും ഇവിടേക്ക് തന്നെ തിരിച്ചു വരണ്ടേ? നികേഷ് പറയുന്നു, ഒരു 3-4 ദിവസം, അപ്പോഴൊക്കെ ശരിയാകും. ഉറപ്പാണോ എന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, പിന്നെ നമ്മൾ ഇതെത്ര കണ്ടിരിക്കുന്നു, വിശക്കുന്നു, കഴിക്കാം. തുടർന്ന് നികേഷ് മുട്ട പൊരിക്കാനായി തുടങ്ങുകയാണ്. നിധി ചിരിച്ച് നികേഷിന്റെ അരികിൽ തന്നെ നിൽക്കുകയാണ്. നികേഷ് പറയുന്നു, ഇങ്ങനെ പൊടിക്ക് വെള്ളമോ അല്ലെങ്കിൽ പാലോ ചേർത്ത് നന്നായി അടിച്ചെടുത്തു കഴിഞ്ഞാൽ ഓംലേറ്റ് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. നിധി പറയുന്നു, അപ്പൊ സുഭാഷ് ഏട്ടൻ മാത്രമല്ല ഇയാൾക്കും പാചകം ഒക്കെ അറിയാല്ലേ? നികേഷ് പറയുന്നു, വീട്ടിലെല്ലാവർക്കും എല്ലാ പണിയും കുറേശ്ശെ അറിയാം. നിധി പറയുന്നു, പക്ഷെ എല്ലാ ജോലിയും സുഭാഷ് ഏട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയുള്ളൂ എന്ന് മാത്രം. നികേഷ് പറയുന്നു, അതുകൊണ്ടല്ല, ഏട്ടൻ ഞങ്ങളെ കൊണ്ടത് ചെയ്യിപ്പിക്കില്ലെന്നേ, ഞങ്ങളാരും കഷ്ടപ്പെടുന്നത് ഏട്ടൻ ഇഷ്ടമല്ല, അതാ. നിധി ചോദിക്കുന്നു, അമ്മ എങ്ങനെയാ മരിച്ചത്? നികേഷ് പറയുന്നു, എനിക്ക് അമ്മയെ കണ്ട് ഓർമ്മയില്ല, എനിക്ക് ഓർമ്മ വെക്കുന്നതിന് മുമ്പേ അമ്മ. നിധി പറയുന്നു, അത്രയും ചെറിയ പ്രായത്തിലെ അമ്മയില്ലാതെ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടാകുമല്ലേ? നികേഷ് പറയുന്നു, ഞാൻ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും ചെറിയ പിള്ളേരാ. സുഭാഷ് ഏട്ടന് ഏറ്റവും വലുത്, ഒരു 12 വയസ്സുണ്ടാകും. ആ പ്രായത്തിലെ എന്റെ അമ്മയും അച്ഛനും ഒക്കെ സുഭാഷ് ഏട്ടനാ. എന്റെ മാത്രമല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും. ആ പ്രായം മുതൽ ഞങ്ങൾക്ക് വേണ്ടി പാചകം ചെയ്യാൻ തുടങ്ങിയതാ, അതിപ്പോഴും തുടരുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഈ വീടേ ആകുമായിരുന്നില്ല. ഞങ്ങളൊക്കെ എവിടേക്കോ എങ്ങനെയൊക്കെയോ ആയിപ്പോയനെ. ഒരുപക്ഷെ ജീവനോടെ ഉണ്ടാകുമെന്ന് പോലും ഉറപ്പില്ല. സുഭാഷ് ഏട്ടൻ എപ്പോഴും പറയും, അമ്മ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ വീടൊരു വീടല്ല. അമ്മ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് അന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സുധീഷ് ഏട്ടൻ കല്യാണം കഴിച്ചോണ്ട് വന്നപ്പോൾ അമ്മയുടെ സ്ഥാനത്ത് ഒരാളായില്ലേ? അതുകൊണ്ട് ഏട്ടത്തിന്ന് വിളിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഏട്ടത്തി അമ്മയെന്ന് വിളിക്കുന്നത്. അമ്മ എന്ന വാക്ക് ചേർത്ത് വിളിക്കാൻ ഒരാളായല്ലോ. ഇത് കേട്ട് നിധി വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ ഇതാ പറഞ്ഞ് ചോറും കറികളും ഒക്കെ വിളമ്പി നിധിക്ക് കൊടുക്കുകയാണ് നികേഷ്. ശേഷം ടേബിളിന്റെ അരികിലേക്ക് ചെന്ന് നികേഷ് പറയുന്നു, ഏട്ടത്തിയമ്മ ഇരിക്കും, ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. മുട്ട എടുത്തില്ലേ? അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുകയാണ്. നികേഷ് ചോദിക്കുന്നു, ഓംലേറ്റ് എങ്ങനെയുണ്ട്? നിധി പറയുന്നു, നന്നായിട്ടുണ്ട്. നിധി ഓർക്കുന്നു നികേഷിന്റെ വാക്കുകൾ. സുധീഷ് ഏട്ടൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ അമ്മയുടെ സ്ഥാനത്ത് ഒരാളായില്ലേ? അതുകൊണ്ട് ഏട്ടത്തിന്ന് വിളിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഏട്ടത്തി അമ്മയെന്ന് വിളിക്കുന്നതാ. അമ്മ എന്ന വാക്ക് ചേർത്ത് വിളിക്കാൻ ഒരാളായല്ലോ. നികേഷ് പുഞ്ചിരിച്ച് നിധിയെ നോക്കുമ്പോൾ നികേഷിനെ നോക്കി പുഞ്ചിരിച്ച് ഭക്ഷണം കഴിക്കുകയാണ് നിധി. പിന്നീട് കാണിക്കുന്നത് ഭാസ്കരൻ പാട്ട് കേട്ടുകൊണ്ട് ബെഡിൽ ഇരിക്കുകയാണ്. സുഭാഷ് ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. ഭാസ്കരനും പാട്ട് പാടുകയാണ്. ഇത് കേട്ടുകൊണ്ട് സുധീഷിന്റെയും നികേഷിന്റെ അരികിലേക്ക് വന്ന നിധി പറയുന്നു, അച്ഛൻ നന്നായി പാടുന്നുണ്ടല്ലോ. നികേഷ് പറയുന്നു, പിന്നെ സ്റ്റാർ സിംഗറിൽ വിട്ടുകഴിഞ്ഞാൽ കപ്പുറപ്പല്ലേ. സുധീഷ് പറയുന്നു, ഇതിപ്പോ എവിടുന്ന് ഒരു റേഡിയോ കിട്ടിയിട്ടുണ്ടല്ലോ. നിധി പറയുന്നു, ഇന്ന് വരുമ്പോൾ കയ്യിലുണ്ടായിരുന്നു. നികേഷ് പറയുന്നു, ആ കേടായത് നന്നാക്കിക്കൊണ്ട് വന്നതാ, ഇനി സൗകര്യം കാണില്ല. ഭാസ്കരൻ മദ്യം എടുത്ത് കുടിക്കാനായി തുടങ്ങുമ്പോൾ റേഡിയോയിൽ പറയുന്നു, ഹായ് ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ജസീന കുട്ടി. ഇന്നത്തെ ഡോക്ടറും പാട്ടും എന്ന പ്രോഗ്രാമിൽ ഞാൻ അവതരിപ്പിക്കുന്നത് മദ്യപാനം എങ്ങനെ നിർത്താം എന്ന വിഷയത്തെക്കുറിച്ചുള്ളൊരു വർത്തമാനമാണ്. റേഡിയോ ഓഫ് ചെയ്ത് ഭാസ്കരൻ പറയുന്നു, കുടിയന്മാരെ ഉപദേശിക്കാൻ വരുന്നു. ഇത് കേട്ട് നിധി ചിരിക്കുമ്പോൾ സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ വിശക്കുന്നു. സുഭാഷ് പറയുന്നു, ഇപ്പൊ ആകുവാടാ. ഇത് കേട്ട് അടുക്കളയിലേക്ക് ചെന്ന് നിധി ചോദിക്കുന്നു, ഞാൻ ഹെൽപ്പ് ചെയ്യണോ? സുഭാഷ് പറയുന്നു, ഏയ് വേണ്ട, ഇതിപ്പോ തീരും. നിധി പറയുകയാണ്, ഞാൻ ഈ പച്ചക്കറിയൊക്കെ കഴുകാം. ഞാൻ കഴുകാന്ന് പറഞ്ഞ് നിധി പച്ചക്കറികളൊക്കെ എടുത്ത് കഴുകുകയാണ്. ഇത് കണ്ട് പുഞ്ചിരിച്ച് നികേഷ് ചേർത്ത് പിടിച്ച് സുധീഷ് പറയുന്നു, എടാ കണ്ടില്ലേ, നമ്മൾ കൊണ്ടുവരുന്ന പെൺകുട്ടികളെ ഇങ്ങനെയായിരിക്കണം. എത്ര കാശുള്ള വീട്ടിലാണെങ്കിലും എന്തൊരടക്കം, എന്തൊരു വിനയം. നികേഷ് പറയുന്നു, അതെ, കിട്ടിയ ചെറുക്കം മാത്രം കുറച്ച് കച്ചറയായി പോയെന്നേ ഉള്ളൂ. ഈ സമയം ബൈക്കിൽ അവിടേക്ക് വരികയാണ് ഹരീഷ്. നികേഷ് പറയുന്നു, ഏട്ടത്തി ഉച്ചയ്ക്ക് ഓടിപ്പോയ ഹരീഷ് ഏട്ടൻ വരുന്നുണ്ട്. ഇത് കേട്ട് നിധി ചിരിക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നോ, അതെന്താടാ? നികേഷ് പറയുകയാണ്, ഉണ്ണാൻ വന്നതാ. ഏടത്തിയെ കണ്ട് ഫേസ് ചെയ്യാൻ പറ്റാതെ തിരിച്ചുപോയി. ഇത് കേട്ട് പുഞ്ചിരിച്ച് നിധിയെ നോക്കുകയാണ് സുഭാഷ്. ഹരീഷ് അകത്തേക്ക് കയറി വരുമ്പോൾ അരികിലേക്ക് വന്ന നിധി പറയുന്നു, ഉച്ചയ്ക്ക് കണ്ടപാടെ ഓട്ടം ആയിരുന്നല്ലോ, ഇപ്പൊ ഓടുന്നില്ലേ? സുധീഷ് പറയുന്നു, അതെ, ഈ മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന ഭാഷയിൽ സംസാരിക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഓടേണ്ടി വരും. ഹരീഷ് ചമ്മലോടുകൂടി നിൽക്കുമ്പോൾ നിധി ചോദിക്കുന്നു, ചോദിച്ചത് കേട്ടില്ലേ, ഇപ്പൊ ഓടുന്നില്ലേന്ന്? ഇതാന്ന് പറഞ്ഞ് ഹരീഷ് ഒരു ഗിഫ്റ്റ് നിധിയുടെ നേരെ നീട്ടുകയാണ്. അത്
വാങ്ങിച്ച നികേഷ് പറയുന്നു ഗിഫ്റ്റോ നോക്കട്ടെ. സുഭാഷും ആകാംക്ഷയോടുകൂടി അവിടേക്ക് വരികയാണ്. നികേഷ് ഗിഫ്റ്റ് തുറക്കുമ്പോൾ സുഭാഷ് പറയുകയാണ് ആരോടെങ്കിലും വഴക്കിട്ടാലേ അവൻ കോംപ്രമൈസ് ചെയ്യുന്ന രീതി ഇതാ. വൈകിട്ട് വരുമ്പോൾ ഒരു ഗിഫ്റ്റും വാങ്ങി വരും. സുധീഷ് പറയുന്നു അതെ, പക്ഷെ എനിക്ക് മാത്രം ഇതുവരെ ഒരു പിണ്ണാക്കും തന്നിട്ടില്ല എന്ന് മാത്രം. സുഭാഷ് പറയുന്നു അതെ, നീ ഉണ്ടാക്കുന്ന വഴക്കിന് ഗിഫ്റ്റ് തരാൻ നിന്നാൽ അവന് ശമ്പളം മതിയാകില്ല. അതാ. നികേഷ് പറയുന്നു സുഭാഷ് ഏട്ടാ ദേ ഗിഫ്റ്റ്. അത് വാങ്ങിച്ചു നോക്കി സുധീഷ് ചോദിക്കുന്നു ഇതെന്തോന്ന്, കപ്പോ? എന്ത് കപ്പാടാ ഇത്? ഇതാണോ ഗിഫ്റ്റ്? അയ്യേ അതിങ്ങി തന്നേന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചു നോക്കി നിധി പറയുന്നു എനിക്ക് ഇഷ്ടമായി കേട്ടോ, താങ്ക്സ്. ഇത് കേട്ട് ഹരീഷ് സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ സുഭാഷ് പറയുന്നു ഞാനേ കഴിക്കാൻ എടുക്കാം. തുടർന്ന് ഭാസ്കരൻ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാണ് നിധിയും സുധീഷും ഹരീഷും. ഭക്ഷണവുമായി അവിടേക്ക് വന്ന സുഭാഷ് പറയുന്നു നികേഷ് വെള്ളം ഇങ്ങ് എടുത്തോണ്ട് വാ, ഞാൻ എടുത്തിട്ട് വരാന്ന് പറഞ്ഞ് നിധി അടുക്കളയിലേക്ക് പോവുകയാണ്. തുടർന്ന് വെള്ളവുമായി അവിടേക്ക് വന്ന നിധി ചോദിക്കുന്നു അച്ഛൻ പുറത്ത് ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ, കഴിക്കാൻ വിളിച്ചൂടെ? അതൊന്നും വേണ്ടാന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ഒറ്റയ്ക്ക് പുറത്തെടുത്തുന്നത് ശരിയാണോ? ഒരുമിച്ച് കഴിക്കാം എല്ലാവർക്കും. ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയുകയാണ് എന്നാ ഞാൻ പോയി പ്ലേറ്റ് എടുത്തിട്ട് വരാം. തുടർന്ന് ഭാസ്കരന്റെ അരികിലേക്ക് വന്ന സുഭാഷ് പറയുന്നു അച്ഛാ ഭക്ഷണമായിട്ടുണ്ട്. ചോറാണോ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ അതേന്ന് സുഭാഷ് പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ് ഇത്രയും നേരം ഞാൻ കരുതി വിശപ്പകറ്റാൻ പാട്ട് കേൾക്കാമെന്ന്. ശരി എടുത്തിട്ട് വാ. സുഭാഷ് പറയുന്നു അല്ല അകത്തിരിക്കാം. ഞെട്ടി ഭാസ്കരൻ ചോദിക്കുന്നു അകത്തോ? അതിശയായിരിക്കുന്നല്ലോ. അച്ഛൻ വാന്ന് സുഭാഷ് പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ് നീ ചെല്ല് ഞാൻ വരാം. സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ ഭാസ്കരൻ എന്തതിശയം ദൈവത്തിന്റെ സ്നേഹം എന്നുള്ള പാട്ട് പാടുകയാണ്. തുടർന്ന് എല്ലാവരുടെയും ഒപ്പം ഭക്ഷണം കഴിക്കാനായി വന്ന ഭാസ്കരൻ തന്റെ തോർത്തുകൊണ്ട് തറയിലെ പൊടി തട്ടുകയാണ്. എന്താ ഇതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ് എന്തോന്നേ തുടച്ചിട്ടൊക്കെ ഇരിക്കണം, അതെങ്ങനെ വൃത്തി വേണം. അങ്ങനെ ഭാസ്കരൻ തുമ്പോൾ ഭക്ഷണമെല്ലാം എടുത്തു മാറ്റുകയാണ് എല്ലാവരും. ഭാസ്കരൻ നിർത്താതെ ചുമക്കുകയും തുമ്മുകയുമാണ്. ഇത് കണ്ട് ഭക്ഷണം കഴിക്കാനാകാതെ വിഷമത്തോടു കൂടി ഇരിക്കുകയാണ് നിധി. സുഭാഷ് ഭക്ഷണം വിളമ്പി കൊടുക്കാനായി തുടങ്ങുമ്പോൾ ഭാസ്കരൻ പറയുന്നു ഇങ്ങോട്ടിതാ ഞാൻ എടുത്തോളാം. ചോറ് കുറവാണല്ലോ, മീൻകറിയില്ലേ? ഭാസ്കരൻ ആർത്തിയോടുകൂടി ഭക്ഷണം കഴിക്കുകയാണ്. ഇത് കണ്ട് കഴിക്കാനാകാതെ അറപ്പോടുകൂടി ഇരിക്കുകയാണ് നിധി. സുധീഷും നികേഷും സുഭാഷും ഹരീഷും നിധിയെ ശ്രദ്ധിക്കുന്നുണ്ട്. ഭാസ്കരൻ പറയുന്നു വായി വെക്കാൻ കൊള്ളൂല, ഉപ്പുമില്ല പുളിയില്ല എരിവില്ല ഒന്നുമില്ല. നികേഷ് പതിയെ നിധിയോട് പറയുന്നു ഇതുകൊണ്ട് അകത്തേക്ക് വിളിക്കേണ്ടെന്ന് പറയും. ഭാസ്കരൻ നിർത്താതെ ചുമയ്ക്കുമ്പോൾ വെള്ളം എടുത്തു കൊടുക്കുകയാണ് സുധീഷ്. സുഭാഷ് പറയുന്നു എന്തുവാടോ ഇത്? ഭക്ഷണം കഴിക്കാനാകാതെ നിധി അവിടേക്ക് വെക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു മതിയാക്കിയോ? നിധി പറയുന്നു മതി. സുഭാഷും സുധീഷും ഭാസ്കരനെ നോക്കുകയാണ്. ഭാസ്കരൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാണ് രാജീവും അരുണും സാന്ദ്രയും. അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് ഹേമ. മോള് കഴിച്ചോ സാന്ദ്രയെന്ന് രാജീവ് ചോദിക്കുമ്പോൾ സാന്ദ്ര പറയുന്നു നേരത്തെ കഴിച്ചു, ഉറക്കമായി. രാജീവ് പറയുന്നു അരുൺ മുരളി എന്നെ വിളിച്ചിരുന്നു, ഞാൻ എടുത്തില്ല, മെറ്റീരിയൽ ഡെലിവറിക്ക് വേണ്ടിയാകും, നീ അയാളെ വിളിച്ച് എന്താന്ന് വെച്ചാ സംസാരിക്കും. ഇതൊന്നും അരുൺ ശ്രദ്ധിക്കുന്നതേ ഇല്ല. രാജീവ് ചോദിക്കുന്നു അരുൺ നീ എന്താലോചിച്ചിരിക്കുക? അരുൺ പറയുന്നു ഞാനിന്ന് സുധീഷിന്റെ വീടിനെ പറ്റിയും വീട്ടുകാരെ കുറിച്ചും ഒക്കെ ഒന്ന് അന്വേഷിച്ചിരുന്നു. രാജീവ് പറയുന്നു അവരെ പറ്റി ഒരു വാക്ക് പോലും ഇവിടെ പറയണ്ടെന്ന് പറഞ്ഞതല്ലേ അരുൺ? നീയല്ലേ അവളുടെ കഴുത്തിന് പിടിച്ച് പുറത്തു തള്ളിയത്? അരുൺ പറയുന്നു അതെ അച്ഛാ, എന്നാലും അന്വേഷിക്കാതിരിക്കാൻ തോന്നിയില്ല. രാജീവ് പറയുന്നു അതിന്റെ ആവശ്യമില്ല, അത് തീർന്നൊരു അധ്യായമാ. അവൾക്ക് എന്തായാലും ഇനി എനിക്കൊന്നുമില്ല. നീ അവളെ ഇനിയും ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. അവള് കഷ്ടപ്പെടുകയോ ജീവിക്കുകയോ മരിക്കുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അത് അവള് തിരഞ്ഞെടുത്ത ജീവിതം, അതിനെയും നമ്മൾ അന്വേഷിക്കണ്ട. അരുൺ പറയുന്നു ഞാനും അങ്ങനെയൊക്കെ തന്നെ അച്ഛാ വിചാരിച്ചത്, പക്ഷെ മനസ്സ് സമ്മതിച്ചില്ല. നമ്മളെ നാണം കെടുത്തിട്ട് പോയതാണെങ്കിലും അവള് താമസിക്കുന്ന സ്ഥലം എങ്ങനെയുള്ളതാണെന്ന് ഒന്ന് അന്വേഷിക്കണമെന്ന് കരുതി. കാശില്ലെങ്കിലും നല്ലൊരു കുടുംബമായാ മതിയെന്നായിരുന്നു ഉള്ളിലെ തോന്നല്. പക്ഷേ ഹേമ ചോദിക്കുന്നു എന്താ അരുൺ? അരുൺ പറയുകയാണ് അതൊരു തല്ലിപ്പൊടി ഫാമിലിയാണമ്മേ. ആ ഡ്രൈവർ എന്തും പറഞ്ഞിട്ടാ ഇവളെ മയക്കി അങ്ങോട്ട് കൊണ്ടുപോയതെന്ന് എനിക്കറിയില്ല. നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാളും മോശമാണ് ആ വീട് എന്ന് വെച്ചാലെന്ന് ഹേമ ചോദിക്കുമ്പോൾ അരുൺ പറയുകയാണ് നിധി അവിടെ സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നാട്ടിൽ ഒരാൾക്ക് പോലും ആ വീടിനെ കുറിച്ച് നല്ലത് പറയാനില്ല. അതൊരു വീടെന്ന് പറയാൻ പോലും പറ്റില്ല. 5 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു കെട്ടിടം, അവനും അവന്റെ ചേട്ടനും 2 അനിയന്മാരും, പിന്നെ ഫുൾ ടൈം കള്ളും കുടിച്ച് നടക്കുന്ന ഒരു തന്തയും. അതിനെ വീടെന്ന് പറയാൻ പറ്റുമോ? ഹേമ പറയുന്നു പെണ്ണുങ്ങൾ ആരും ഇല്ലാതെ 5 ആണുങ്ങൾ മാത്രമുള്ള ഒരു വീട്ടില് അവൾ എങ്ങനെ ഒറ്റയ്ക്ക് കഴിയും? എന്റെ ഈശ്വര. അരുൺ പറയുകയാണ് അതാ എനിക്കും ആലോചിക്കാൻ പറ്റാത്തത്. ആ തന്തയുണ്ടല്ലോ, അയാള് 2 കിട്ടി. ആദ്യത്തെ ഭാര്യയെ ചവിട്ടിക്കൊന്നിട്ട് അയാള് ജയിലിൽ പോയതാ. രണ്ടാമത്തെ ഭാര്യ എവിടെയാണെന്ന് ഇപ്പൊ ഒരു വിവരവും ഇല്ല. ഇത് കേട്ട് ഭയത്തോടുകൂടി നെഞ്ചത്ത് കൈവച്ച് ഹേമ പറയുന്നു അയ്യോ ഈശ്വര, ഇവളുടെ ബുദ്ധി എന്താടാ ഇങ്ങനെയായി പോയത്? അങ്ങനെ ഹേമ കരയുമ്പോൾ രാജീവ് ചോദിക്കുന്നു സത്യമാണോ അരുൺ? അരുൺ പറയുകയാണ് അതെ അച്ഛാ, നാട്ടിൽ ആരോട് ചോദിച്ചാലും ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. പോരാത്തതിന് ആ വീടിന് മുകളിൽ എന്തോ കേസ് നടക്കുന്നുണ്ട്. ആ കേസ് കൊടുത്തത് അവന്റെ അച്ഛന്റെ ചേട്ടനും അനുജത്തിയും ചേർന്ന. ആ കേസ് കഴിയുന്നതോടെ വീടും പോകും. ഇവളും 5 ആണുങ്ങളും കൂടി തെരുവിലും ആകും. ആളുകൾ പറയുന്നത് പറ്റുമെങ്കിൽ അവളെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോകാനാ. അങ്ങനെ ഒരു നരകമാണത്രേ ആ വീട്. ഹേമ ചോദിക്കുന്നു എന്ത് വിശ്വസിച്ചാ അവളെ അവിടെ ജീവിക്കാൻ വിടുക രാജീവേട്ട? ആ വീട്ടിലെ അവരുടെ അമ്മയുടെ ഗതിയാകും എന്റെ മോൾക്കും. സാന്ദ്ര പറയുന്നു അമ്മ കരയാതിരിക്കും. ഹേമ പറയുന്നു കഷ്ടപ്പാടും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടെങ്കിലും നല്ല മനുഷ്യരായിരിക്കുമെന്നാ ഞാൻ ഉള്ളിൽ കരുതിയത്. ഇതിപ്പോൾ ഒരു കൊലയാളി കുടുംബത്തിലാണല്ലോ അവള് ചെന്ന് കേറിയത്. അരുൺ അവൾക്ക് ഈ കാര്യങ്ങളൊക്കെ വല്ല പിടിയുണ്ടോ? ഇനി എന്താ നമ്മൾ ചെയ്യുക
ചെയ്യുക രാജീവേട്ട. രാജീവ് ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ഹേമ പൊട്ടിക്കരയുമ്പോൾ വിഷമത്തോടുകൂടി ഇരിക്കുകയാണ് അരുണും സാന്ദ്രയും. രാജീവ് ഓർക്കുന്നു അരുണിന്റെ വാക്കുകൾ. നാട്ടിലെ ഒരാൾ പോലും ആ വീടിനെ കുറിച്ച് നല്ലത് പറയുന്നില്ല. അതൊരു വീടാണെന്ന് പറയാനേ പറ്റില്ല. 5 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു കെട്ടിടം. അവനും അവന്റെ ചേട്ടനും 2 അനിയന്മാരും പിന്നെ ഫുൾ ടൈം കള്ളും കുടിച്ച് നടക്കുന്ന ഒരു തന്തയും. അതിനെ വീടെന്ന് പറയാൻ പറ്റുമോ? ആ തന്തയുണ്ടല്ലോ, അയാൾ ഒന്നിനു പകരം 2 കിട്ടി. ആദ്യത്തെ ഭാര്യയെ ചവിട്ടിക്കൊന്ന് ജയിലിലും പോയി. രണ്ടാമത്തെ ഭാര്യ എവിടെയാണെന്ന് ഇപ്പൊ ഒരു വിവരവും ഇല്ല. തുടർന്ന് രാജീവ് ഭയത്തോടുകൂടി ആലോചിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പുറത്തിരിക്കുന്ന നിധി കാലിലും കയ്യിലും ഒക്കെ വന്നിരിക്കുന്ന കൊതുകിനെ അടിച്ചു കൊല്ലുകയാണ്. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന സുധീഷ് ഒരു ഓയിൽമെന്റുമായി അവിടേക്ക് വന്നിട്ട് പറയുന്നു, ദേ ഇത് പുരട്ടിക്കോ, കൊതു അടിക്കില്ല. നിധി അത് വാങ്ങുമ്പോൾ പുഞ്ചിരിച്ച് അരികിലേക്ക് ഇരിക്കുകയാണ് സുധീഷ്. നിധി പറയുന്നു, ഞാൻ എപ്പോഴും ചോദിക്കണോന്ന് വിചാരിക്കും, ഇയാളുടെ കമ്പനി എവിടെയാ? സുധീഷ് ചോദിക്കുന്നു, കമ്പനിയോ? നിധി പറയുകയാണ്, ആ ട്രാവൽസ്. സുധീഷ് പറയുന്നു, ആ ട്രാവൽസ്. അങ്ങനെ സുധീഷ് മനസ്സിൽ പറയുകയാണ്, അന്ന് തള്ളിയത് മുഴുവനും ഇന്ന് കെണിയായല്ലോ എന്റെ ഈശ്വര. അത് അവിടെ തന്നെ ഉണ്ടെന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കുകയാണ്, അവിടെ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട്? സുധീഷ് പറയുന്നു, അതൊരു 3-4 പേരുണ്ടാകും. ഞാനൊക്കെ മിക്കവാറും പുറത്തായിരിക്കുവേ. അതെന്താന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അല്ല ഈ വണ്ടിയൊക്കെ ഓടിക്കാനായിട്ട്. നിധി ചോദിക്കുന്നു, അപ്പൊ അതിന് ഡ്രൈവർമാരില്ലേ? സുധീഷ് പറയുകയാണ്, ഡ്രൈവർമാരുണ്ട്, ചിലപ്പോൾ നമ്മൾ തന്നെ പോകേണ്ടി വരുമല്ലോ. ഏത്? നിധി ചോദിക്കുന്നു, അപ്പൊ ഓഫീസിലോ? സുധീഷ് പറയുകയാണ്, അതിന് വേറെ ആളുണ്ട് റിസപ്ഷനില്. നിധി ചോദിക്കുന്നു, ബുക്കിംഗ് ഒക്കെ വരുമ്പോഴെടുക്കാനാ? അത് തന്നെയെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, ഒരു ദിവസം എനിക്ക് അങ്ങോട്ട് വരണം. ഇത് കിട്ടി സുധീഷ് നിധിയെ നോക്കുകയാണ്. എന്തേന്ന് നിധി ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു, ഒന്നുമില്ല. അവിടെ വന്നിട്ട് എന്തിനാ? ബോറടിക്കുകയുള്ളൂ. നിധി പറയുന്നു, ഇവിടെയും ബോറടി തന്നെയല്ലേ? ഒന്നുമില്ലെങ്കിലും അവിടെയുള്ള ചെറിയ ജോലികളെങ്കിലും ചെയ്യാലോ. സുധീഷ് പറയുന്നു, അതെ അതെ, ഒരു ദിവസം നമുക്ക് എന്തായാലും പോകാം. നിധി ചോദിക്കുന്നു, ഇയാളുടെ ചേട്ടന്റെ ഓഫീസ് എവിടെയാ? സുധീഷ് ചോദിക്കുന്നു, എന്തേ ബോറടിക്കുമ്പോൾ അവിടെയും പോയി ഇരിക്കാനാണോ? ചിരിച്ചുകൊണ്ട് നിധി പറയുന്നു, ഏയ് വെറുതെ ചോദിച്ചതാ. ചേട്ടൻ ആർക്കിടെക്ട് ആണെന്നല്ലേ പറഞ്ഞത്? സുധീഷ് ചോദിക്കുന്നു, ആർക്കിടെക്ട് ആണോ? നിധി ചോദിക്കണ, അങ്ങനെയല്ലേ പറഞ്ഞത്? സുധീഷ് പറയണ, ആ ആണ്. നിധി പറയുന്നു, ഞാനും പഠിച്ചതാ, അറിയില്ലേ? സുധീഷ് പറയുന്നു, പിന്നെ അറിയാം, പക്ഷെ ഈ സുഭാഷ് ചേട്ടൻ അങ്ങനെയുള്ളൊരു ആർക്കിടെക്ട് അല്ല. അത് പിന്നെ ഈ മൊത്തം കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആർക്കിടെക്ട് അല്ലേ? നിധി ചോദിക്കുന്നു, അത് സൂപ്പർവൈസർ അല്ലേ? സുധീഷ് പറയുന്നു, അതെ അതെ, പക്ഷെ ഈ ആർക്കിടെക്ടിന്റെ പവറുള്ള സൂപ്പർവൈസർ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. നിധി ചോദിക്കുന്നു, ചേട്ടന്റെ ഓഫീസിൽ എനിക്കൊരു ജോലി കിട്ടും. ഇത് കേട്ടി നിധിയെ നോക്കുകയാണ് സുധീഷ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. രാവിലെ കുളി കഴിഞ്ഞ് തുണികളൊക്കെ കഴുകി വിരിക്കുകയാണ് നിധി. ഈ സമയം ആ വഴി പോകുന്ന ലളിത നിധിയെ കണ്ട് നിധിയുടെ അരികിലേക്ക് വന്ന് നിന്ന് സംസാരിക്കുകയാണ്. ലളിത ചോദിക്കുന്നു, തലയ്ക്കകത്ത് ആൾ താമസമുള്ള ആരെങ്കിലും ഈ വീട്ടിലെ ചെറുക്കനെ കല്യാണം കഴിക്കുമോ? അവൻ നിന്നെ ഓരോന്ന് പറഞ്ഞ് പറ്റിച്ച് കൂടെ കൂട്ടിയതാകുമല്ലേ? ഇത് കേട്ട് നിധി വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. തുടർന്ന് സുധീഷ് ജോലി പോയ കാര്യം സുഭാഷിനോട് പറയുകയാണ്. ഇത് കേട്ടുകൊണ്ട് കുറച്ച് അപ്പുറത്തായി നിൽക്കുന്ന ഹരീഷ് അരികിലേക്ക് വന്നിട്ട് പറയുന്നു, ഇനി ഇങ്ങേരെയും ഭാര്യയും സുഭാഷേട്ടൻ നോക്കണമായിരിക്കും. ഇയാളുടെ കല്യാണ ചിലവ് മുഴുവൻ സുഭാഷേട്ടനല്ലേ നോക്കിയത്? ഇപ്പതാ ജോലിയും പോയി. ഇതെല്ലാം കേട്ട് വിഷമത്തോടു കൂടി നിൽക്കുകയാണ് സുഭാഷും സുധീഷും. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.